അദ്ദേഹം ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് വാഹനം വട്ടമിട്ടുകൊണ്ടാണ് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത്, കസ്റ്റഡിയിൽ എടുത്തത്. ബോബി ഇത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് കേരള പോലീസ്, ഈ സെൻട്രൽ പോലീസ് വയനാട് എത്തി ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ബോബി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരള പോലീസ് കുറച്ചുകൂടി ക്വിക്കായി അഡ്വാൻസ് ആയി ആക്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ പോയി പിടിച്ചുകൊണ്ടുവരുന്നു. കാരണം നേരത്തെ പിടികൂടിയ ഷാജിക്കെതിരെ ചുമത്തിയത് സമാനമായ വകുപ്പുകളാണ്. ഷാജിക്ക് ലഭിക്കാത്ത ഒരു പരിഗണനയും ബോബി ചെമ്മണ്ണൂരിന് നൽകാൻ കേരള പോലീസ് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നു. കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്കു തന്നിരുന്നു. ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാവകാശം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളാകുമ്പോൾ വ്യവസായ പ്രമുഖരാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ ആ നിലയ്ക്കുള്ള സ്വാധീനം ചെലുത്തി അതിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അതിവേഗമാണ് പോലീസ് പ്രവർത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഹണി റോസിന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇക്കാര്യത്തിൽ നീതി ലഭ്യമാക്കുമെന്ന്. ഇത് ഒരാൾക്കെതിരെയുള്ള നടപടിയായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ എന്തും വിളിച്ചു പറയാവുന്ന, ആരെയും അപമാനിക്കാവുന്ന ഒരു അവകാശമുണ്ട് എന്ന് കരുതുന്ന ആളുകൾക്ക് മുഴുവനുള്ള ഒരു താക്കീതായി വേണം ഈ കേസ്